ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഈ പ്രകൃതി മുഴുവൻ ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ്. അത്തരത്തിൽ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം മരങ്ങളുടെ കീഴിലൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ വലിയ വൃക്ഷങ്ങൾ, അതായത് ആല് പോലുള്ള വൃക്ഷത്തിൻ്റെയൊക്കെ കീഴിൽ നിങ്ങൾക്ക് ഇരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി തരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രകൃതിയുമായിട്ടൊന്ന് ഇണങ്ങിയിരിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു സമയം ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള കുറേ നെഗറ്റീവ്സ് ഈ മരങ്ങൾ വലിച്ചെടുക്കും. തീർച്ചയായിട്ടും ഒരുപാട് പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് അത്തരത്തിൽ ഫ്രഷായ ഒരു എനർജി ലഭിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ അങ്ങനെ പാസ്റ്റിൽ നിങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷം അത് ഈ ഒരു സമയം നിങ്ങൾ നടപ്പിലാക്കുന്നതുമാവാം. അപ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിന് പൈസ ചിലവഴിക്കുന്ന ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ഫാമിലിയെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഒക്കെ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് ഹെർമിറ്റ് എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു സ്നേഹവും സന്തോഷവും ഒരു കരുതലും ഒക്കെ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഈ ഒരു സമയം സാധിക്കുമെന്നുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ കുറേ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം. ഇത് ശരിയാണോ, അല്ലെങ്കിൽ അത് ശരിയാണോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ശരിയാണോ. അതായത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാത്ത കുറേ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹെർമിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൺഫ്യൂഷനുള്ള എല്ലാറ്റിൻ്റെയും ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുത്താൽ മാത്രം മതി എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സമയം മെഡിറ്റേഷൻ, പ്രാർത്ഥന, ഇതിലെല്ലാം നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ സോളുമായിട്ട് ഒരു കണക്ഷൻ ഈ സമയം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ശാന്തമായിട്ട് വളരെയധികം സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇവിടെ തീർച്ചയായിട്ടും മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് മറ്റുള്ളവരിലേക്ക് പ്രകാശം കൊടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ്. അതായത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന തരത്തിൽ
നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ കഴിയും എന്നൊക്കെ അവർ തീർച്ചയായിട്ടും നിങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളെ ഒരു സ്പിരിച്വൽ മെൻറ്ററായിട്ടൊക്കെ മറ്റു വ്യക്തികൾ കാണുന്നു എന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു അഡ്വൈസറായിട്ട് നിങ്ങളെ കാണുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് വാണ്ട്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ നിങ്ങളുടെ വളർച്ചയെ ബ്ലോക്ക് ചെയ്യാനും നിങ്ങളെ ഇമോഷണലി ഡൗൺ ആക്കാനും ഒക്കെ നിങ്ങളോട് മത്സരിക്കാനും ഒക്കെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വളർച്ചയുള്ള ആൾക്കാരെ തളർത്താൻ കുറേ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവാം, അല്ലെങ്കിൽ അത് കരിയറിലാവാം, അതല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലാവാം. ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ തടസ്സങ്ങളെയൊക്കെ നിങ്ങൾക്ക് നിഷ്പ്രയാസം ഇല്ലാതാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത്രയും കാലം നിങ്ങൾ പൊരുതി മുന്നേറിയതിൻ്റെ ഒരു പരിചയവും ആ ഒരു ധൈര്യവും ഒക്കെ നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതും. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ഒരു തടസ്സം വന്നാൽ ആ തടസ്സം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഡെവിൾ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിൽ മറ്റാരെങ്കിലും നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഫിസിക്കലി ആയിട്ടാവാം, അല്ലെങ്കിൽ മെൻ്റലി ഇമോഷണലി ഒക്കെ നിങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളിൽ നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടേ ഇരുന്നിരിക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തികൾ നിങ്ങളെ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം. അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതിനൊന്നും വില തരാതിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമമുണ്ട് എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അത് പലപ്പോഴും നമ്മൾ ഇമോഷണലി ഡൗൺ ആകുന്ന സമയത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു അടുത്ത സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു നെഗറ്റീവായിട്ടുള്ള എനർജി വന്നു പോയിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ നിങ്ങളെ എല്ലാ കാര്യത്തിൽ നിന്നും പിന്നോട്ട് വലിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും തന്നെ വർക്ക് ചെയ്യാനൊന്നും ഒരു മനസ്സും ഉണ്ടായിരിക്കില്ല. കാരണം എപ്പോഴും മടി പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലും ചിന്തകൾ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കുറേ ആളുകളും ഈ ഒരു അവസ്ഥയിലൂടെ ഇപ്പോഴും കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, നിങ്ങൾ ദുസ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടാവാം, അതായത് ക്ഷീണം. അത് തീർച്ചയായിട്ടും ക്ഷീണമൊക്കെ അമിതമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊർജമില്ലാത്ത ഒരു എനർജി, എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് സ്വയം തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അവർക്ക് തന്നെ അത് മനസ്സിലാകും, എവിടെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നേരിടേണ്ടി വരുന്നത് നമ്മുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മ റിലീസാകുമ്പോഴും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പോലും നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞു മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം, അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്താകാം, അങ്ങനെയുള്ള ഒരു കാര്യത്തിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഗൈഡൻസ് കിട്ടുന്നത് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതാണ് ഈ ഒരു ഹെർമിറ്റ് എനർജി നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല ഈ സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെയുള്ള ചില ആളുകൾ നിങ്ങൾക്ക് നല്ലതല്ല വരുത്തുന്നത്. കാരണം എന്തെന്നാൽ ഇവിടെ 5 ഓഫ് വാണ്ട്സ് പറയുന്നത് അതാണ്, നിങ്ങളോട് മത്സരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഉയർച്ചയ്ക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന തരത്തിൽ പല കാര്യങ്ങളും ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവാം. ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ വളർച്ചയെ ഇഷ്ടപ്പെടാത്ത കുറേയധികം ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളായിരിക്കാം, അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ചില ആളുകൾ നിങ്ങൾക്ക് നല്ലതല്ല വരുത്തുന്നത്.
നിങ്ങളുടെ പൈസ അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ ഊർജം ചോർത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളതെല്ലാം മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. മാത്രമല്ല, നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ യഥാർത്ഥത്തിലുള്ള ഇൻറ്റൻഷൻ നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ കൂടുതലും ആൾക്കാരും സ്പിരിച്വലി കൂടുതൽ കണക്റ്റഡ് ആകുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ്. ഇതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങണമെന്നൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് വന്നേക്കാം. അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വരുന്നു എന്നാണ്. കുറേ ആൾക്കാർക്ക് പുതിയൊരു കാര്യം നിങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഒരു ഡിസിഷനൊക്കെ എടുക്കുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ കാമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരുന്നു എന്നാണ്. ഇതിലൊരു മെഡിറ്റേഷനൊക്കെ കാണുന്നുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ, നിങ്ങളിവിടെ റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ക്ഷീണമൊക്കെയുള്ള ആളുകൾ ഒന്ന് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു എനർജിയാണ്. ഒരുപക്ഷെ ഇതിൽ പലരും ഒരു മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നും ഉണ്ടായിരിക്കാം. പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ബോധമുണ്ട്. അത് പക്ഷെ നിങ്ങളത് ഓവറായിട്ട് ഇവിടെ എക്സ്പ്രസീവ് ആകുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങളിൽ നിന്ന് ആളുകൾ ഗൈഡൻസ് എടുക്കും. നിങ്ങളെ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി കാണും. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ സമയം കാണുന്നത്. നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ്. മാത്രമല്ല, മറ്റുള്ള ആളുകൾ എന്തു പറഞ്ഞാലും അതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്നൊരു തോന്നലൊക്കെ ഈ സമയം നിങ്ങൾക്ക് വരും. അതായത് ഇതെൻ്റെ കർമ്മയാണ്, ഇത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിരിക്കും. ഒന്നിലുമധികം ഡിപ്രസ്ഡ് ആകാതെ, ഒന്നിലുമധികം അഡിക്റ്റഡ് ആകാതെ, ഇതൊക്കെ എത്ര കണ്ടതാണ് എന്നൊരു ഭാവത്തിൽ നിങ്ങളിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര സന്തോഷം വന്നാലും അമിതമായിട്ട് സന്തോഷിക്കില്ല, പക്ഷേ എന്നാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട് താനും. അപ്പോൾ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ആ ഒരു എനർജി അങ്ങനെയാണ്. ഈ സമയം ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഒരു ഓഫറൊക്കെ വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഈ സമയം ഒരു ലവ് ഓഫർ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതായത് വളരെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ ഓഫർ. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ. അത്തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഈ സമയം നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് വിലയിരുത്തി ദൃഢനിശ്ചയത്തോടുകൂടി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ അട്രാക്റ്റഡ് ആകുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സൗഹൃദങ്ങൾ എപ്പോഴും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ്. കാരണം ഇവിടെ ഡെവിൾ കാർഡും ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ടാണ്. ഇതിൽ നമ്മുടെ എനർജി ലെവലുമായിട്ടുള്ള ആൾക്കാരുമായിട്ടാണോ നമ്മൾ സൗഹൃദം ഉള്ളതെന്ന് മനസ്സിലാക്കുക. അതായത് പല പ്രലോഭനങ്ങളിലും ചിലപ്പോൾ വീണു പോയേക്കാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നല്ല സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർ ഇപ്പോൾ നിങ്ങളോട് വൈരാഗ്യത്തോടെ പെരുമാറി അവരെന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ ഡൗട്ട് തോന്നിയിരിക്കാം. കാരണം പാസ്റ്റിൽ അത്രയും വലിയ സുഹൃത്തുക്കളായിരുന്നിരിക്കാം നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാൻ ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും ഹെർമിറ്റും ഡെവിളും ഒക്കെ വന്നപ്പോൾ അതൊരു പവർഫുള്ളായിട്ടുള്ളൊരു
ആള് അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുതരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നവരോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അവർ ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ആളുകളായിരുന്നിരിക്കാം. അപ്പോൾ ആ ഒരാൾ നിങ്ങൾക്കെതിരെ ഇവിടെ നെഗറ്റീവായിട്ട് ഊർജം ഉണ്ടാക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഉപ്പുവെള്ളത്തിലൊക്കെ കുളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പല പ്രലോഭനങ്ങളിലും നിങ്ങൾക്ക് ചിലപ്പോൾ പോകേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. പാസ്റ്റിൽ എന്തെങ്കിലും പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട് അത് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ 5 ഓഫ് വാൻസിൻ്റെ ഒക്കെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളോട് മത്സരിക്കാൻ ഇവിടെ കുറേ ആളുകളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവർ നിങ്ങളോട് എത്ര മത്സരിച്ചാലും വിജയം നിങ്ങൾക്ക് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ഏത് ആൾക്കാരാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടത് അല്ലെങ്കിൽ നിർത്തേണ്ടത്, ഏതൊക്കെ സൗഹൃദങ്ങളിലാണ് നമ്മൾ പോകേണ്ടത്. ഈ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണോ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു മെസ്സേജാണ് ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് ഒന്നിലധികം ആൾക്കാർ ചെയ്യേണ്ട ജോലി ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ 10 ഓഫ് വാൻസിൻ്റെ ഒക്കെ ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങളുടേതായ ക്രിയേറ്റീവ് കഴിവ് ഉപയോഗിച്ച് പുതിയൊരു കാര്യത്തിന് ഇവിടെ തുടക്കം കുറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ബുദ്ധിപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് കണ്ട് മറ്റുള്ളവർ അഭിനന്ദിക്കുന്ന ചില അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ട് എന്ന് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ സൃഷ്ടികൾക്ക് രൂപം കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സൈക്കിക് എബിലിറ്റി കൂടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിലൂടെ പല കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതായത് എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് നിഗൂഢമായ പല കാര്യങ്ങളും നിങ്ങളിവിടെ പഠിക്കാൻ പോകുന്നതാവാം, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുമാവാം. അപ്പോൾ സ്പിരിച്വൽ കണക്ഷനാണ്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് ഒരുപാട് വരുന്നുണ്ട് ഈ ഒരു സമയം. തീർച്ചയായിട്ടും ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഈ ഒരു ഹെർമിറ്റ് എനർജി നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഒന്ന് ഒറ്റയ്ക്കിരിക്കാനൊക്കെ ശ്രമിക്കുക. ഇതിൽ നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും എന്താണ്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മനസ്സിലാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ എങ്ങനെ പെരുമാറണം, വികാരങ്ങളെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുക. നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സോള് ഈ സമയം എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്ന് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. അതായത് ഇനി മുന്നോട്ട് നിങ്ങളുടെ ഫിനാൻസ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള പൈസ നിങ്ങൾ മാറ്റിവെക്കാനും ഒക്കെ തീരുമാനിക്കുന്നതുമാവാം. അപ്പോൾ നിങ്ങൾക്കുള്ള പൈസ അതെങ്ങനെ ചിലവാക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നു എന്നാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്കൊരു ബിസിനസ് ഒക്കെ തുടങ്ങാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട് എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഏത് കാര്യം ചെയ്യുന്നതിലും ഇവിടെ നിങ്ങളുടെ വഴികാട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സോള് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളതൊന്ന് ഈ ഒരു സമയം ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതിപ്പോൾ നിങ്ങളൊരു ബിസിനസ്സൊക്കെ ആരംഭിച്ച് അതിൽ നിന്നൊരു പ്രോഫിറ്റൊക്കെ ലഭിക്കാൻ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയും ഉണ്ട്. ഒരു വെയിറ്റിംഗ് എനർജിയാണ് ഈ ഒരു 7 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്തൊരു കാര്യത്തിന്
റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ എഫേർട്ട് എടുത്ത കാര്യം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നേടിത്തരുന്ന ഒരു കാര്യമാണ്. അതായത് ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, നിങ്ങളെ ഒരുപാട് സക്സസ്സിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളെ ഫ്യൂച്ചറിൽ എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ഷമയുണ്ടായിരിക്കണം എന്നുള്ളതാണ്. എടുത്തു ചാടി ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണം എന്നുള്ളതാണ്. അതിപ്പോൾ എന്ത് കാര്യത്തിനായാലും. മാത്രമല്ല ഇതിൽ നിങ്ങൾ പ്രകൃതിയുമായിട്ടൊക്കെ ഒന്ന് കണക്റ്റ് ആവുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ, പണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ചില കാര്യങ്ങളാവാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യം, ആ ഒരു പൈസ അത് എവിടെ നിന്നൊക്കെയോ നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന പൈസയൊക്കെ നിങ്ങളിൽ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ബിസിനസ്സൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും നല്ലൊരു പ്രോഫിറ്റൊക്കെ ഈ ഒരു സമയം കിട്ടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ ഒന്നിലധികം കാര്യങ്ങളിലൂടെ നിങ്ങളിലേക്ക് പൈസ വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾക്ക് ഈ സമയം പൈസ വരുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം പൈസയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾ വിട്ടുകളയാതിരിക്കുക. നിങ്ങൾ അത്തരത്തിൽ പല സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഇത്തരത്തിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തുമെന്നുള്ളതാണ്. നമ്മളെപ്പോഴും കൂടുതലായും ചിന്തിക്കുന്നത് നമ്മുടെ ഇല്ലായ്മ, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അസുഖങ്ങൾ, ഇതിലൊക്കെയാണ്. പൈസയിലേക്ക് നമ്മൾ കൂടുതലായിട്ടും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലാണ്. അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും പൈസ നമ്മളിലേക്ക് വരില്ല. അപ്പോൾ ഈ ഒരു മണി എനർജി എന്ന് പറയുന്നത് ഹൈ വൈബ്രേഷണൽ എനർജിയാണ്. നമ്മളുടെ എനർജി കൂട്ടിയാൽ മാത്രമേ പൈസയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ലെവല് നിങ്ങളൊന്ന് ഉയർത്തുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളെ ബ്ലെസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ സമയം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട് എന്നുള്ളതാണ്. സൺ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും നിങ്ങളുടെ ചിന്തകൾ. പല കാര്യങ്ങളിലും ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല തിരിച്ചറിയാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളെ പറ്റിയും കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സൺ കാർഡുമുണ്ട്. ഇതിൽ ഈ ഒരു സമയം നിങ്ങളൊരു സൂര്യനെ പോലെ ഇരിക്കുന്നു എന്നാണ്. അത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറേ ആൾക്കാർക്കും നടന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നടക്കുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് തിളങ്ങുന്ന ഒരു എനർജിയാണ് ഈ സമയം കാണുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് പാമ്പർ ചെയ്ത് സന്തോഷിപ്പിച്ച് നിങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. ഒന്ന് സെൽഫ് കെയർ ഒക്കെ ചെയ്ത് നിങ്ങളിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം ഒന്ന് സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ്. അതുപോലെ പുതിയ പ്രതീക്ഷകളാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്ന കുറേ ബ്ലോക്കേജസ് ഒക്കെ മാറിപ്പോയി, അങ്ങനെ ഒരു തോന്നലൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.